ഹലോ ഹലോ. ഈ ഹലോ മമ്മി എന്ന് പറയുമ്പോൾ ഈ മമ്മി എന്ന് വിളിക്കുമ്പോൾ പലതരത്തിൽ വിളിക്കാം. മമ്മി മമ്മി മാമേ ഏ അങ്ങനെ വിളിക്കാം മാമേ. അതെ, നിങ്ങൾക്ക് ഈ ഇതിലുള്ള മമ്മി എങ്ങനെയാ? താങ്കൾക്ക് എങ്ങനെയാ മമ്മി? എനിക്ക് മമ്മി അതന്നെ ഈ ഒരു ബുദ്ധിമുട്ടാണ്. ഒന്നും വ്യക്തമായിട്ട് പറയാനുള്ള ഒരു ധൈര്യമില്ല, പേടിയുണ്ട്. മുട്ടിലിരിക്കും. താങ്കൾക്കോ? എനിക്ക് മമ്മിയാ. എന്റെ മമ്മിയല്ലേ? ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോണ്ടല്ലോ, ഈ ഫാന്റസി ത്രില്ലർ ഒരു ഭാഗത്ത്, ഇതിൽ പല ക്യാരക്ടേഴ്സും ഉണ്ട്. പക്ഷെ ചിലവർക്ക് ഒപ്പം ആ സമയത്ത് ക്വേർക്കിയായിട്ട് എന്തെങ്കിലും ഇടേണ്ടി വരും. കറക്റ്റ് അല്ലേ? കാരണം ഇതിൽ ഒരുപാട് ചിരിക്കാനുണ്ട്, കുറെ സ്ലാപ്സ്റ്റിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് തന്നെ പല കോമഡി ആയിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ രണ്ടുപേരെയും എങ്ങനെയായിരുന്നു അപ്രോച്ച്? എനിക്ക് ഭാഗ്യത്തിന് എനിക്ക് കോമഡി ചെയ്യാൻ അറിയാത്തോണ്ട് അവർ എനിക്ക് കോമഡി തന്നില്ല. ബാക്കി ഇവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജോൺ ചേട്ടനുണ്ട്, ജഗദീഷ് ചേട്ടനുണ്ട്, ബിന്ദു പണിക്കർ മാം ഉണ്ട്, അജു ചേട്ടനുണ്ട്, ഷറഫ് ഉണ്ട്, ജോമോൻ ഉണ്ട്, അദ്രി ഉണ്ട്, എല്ലാവരും, ഗംഗ ചേച്ചി ഉണ്ട്. എല്ലാവരും ഒരു രീതിയിൽ നല്ല കോമിക് ടൈമിംഗ് ഉള്ള ആക്ടേഴ്സാ. അപ്പൊ അവരൊക്കെ ചെയ്യും, ഞാൻ സൈഡിൽ കൂടി നടന്നു. എസ്പെഷ്യലി താങ്കൾക്ക് ഇതിൽ ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ? ഓ അറിയോ, ഏതാന്നറിയോ? എനിക്കത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിപ്പോ ട്രെയിലറിൽ അതിന്റെ ഒരു ചെറിയൊരു ബിറ്റ് ഉണ്ട്. അതിനെ ഡബ് ചെയ്യുമ്പോഴും ഭയങ്കര ഇഷ്ടമായത്? അല്ല, എനിക്ക് ഡബിങ്ങിൽ ഫേവറേറ്റ് ഒരു ഇമോഷണൽ ഏരിയ ഉണ്ട്. അത് ഡബ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് സ്പെസിഫിക്കലി ഫോർ യു എന്നുള്ള രീതിയിൽ. ആൻഡ് നിങ്ങൾക്ക് ഈ സിനിമയിൽ ഇങ്ങനത്തെ കുറേ ചുറ്റുപാട് ഇങ്ങനെ ഒരുപാട് തമാശക്കാർ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ആ ഒരു ക്വർക്കിനെസ്സും വേണം, നിങ്ങൾക്കൊരു റൊമാൻറ്റിക് കെമിസ്ട്രി വേണം. ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നു? ഇല്ല, ഞാൻ തന്നെ പറയണോ? റൊമാൻറ്റിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം എന്നിൽ ആണ് മറ്റേ ഇതെല്ലാം ഉള്ളത്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ള പരിപാടി എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയാണ്. ഉള്ളിലൊതുക്കി നടക്കുകയാണ്. അപ്പോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് കോമഡി ഈ പറഞ്ഞ പോലെ വേറെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഡിഫറെന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസ്ഥ ഭയങ്കര പറയുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ തന്നെ ആ കഥാപാത്രം ഓക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില സിനിമയുടെ ത്രെഡൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പറയും, ഓ ഈ ഐഡിയയിൽ തന്നെ ഒരു 45-50 മിനിറ്റ് ഉണ്ട് സിനിമയ്ക്ക് എന്ന് പറയും. അതുപോലെയാണ് ഇതിന്റെ ഒരു ഐഡിയയിൽ തന്നെ ഈ സിനിമയുടെ ഒരു പ്രോഗ്രാം നിൽക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ ഐഡിയ വന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഓൺ സ്പോട്ട് ആയിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓൺ സ്പോട്ട് കൈ കൊടുത്തു. വെരി ഗുഡ്. ആഡ് ഫിലിം മേക്കറിന്റെ കൂടെയുള്ള ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? കാരണം അദ്ദേഹത്തിന്റെ ഇപ്പോൾ പോസ്റ്ററിലാണെങ്കിലും നിങ്ങളുടെ ഫ്രെയിമിന് ട്രെയിലർ കണ്ടപ്പോഴും ഫ്രെയിംസ് ഹാസ് ഗോട്ട് ദിസ് ഡിഫറെന്റ് ഫീലിംഗ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ഈ ആഡ് ഫിലിം മേക്കേഴ്സിന്റെ സിനിമകൾ കാണുമ്പോൾ അവരുടെ ഫ്രെയിംസിലും അവരുടെ എന്താ പറയാ ഈ പ്രോപ്സിലും കളറിങ്ങും ലൈറ്റിംഗ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇത് എങ്ങനെയായിരുന്നു? വൈശാഖ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആദ്യം കഥ പറയാൻ സാൻജോയുടെ കൂടെ വൈശാഖ് ഉണ്ടായിരുന്നു. അപ്പൊ മുതല് അറിയാവുന്നതാണ്. സാൻജോ ഫാലിമി റൈറ്ററാണ്. വൈശാഖിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി, വൈശാഖ് ഈ പറഞ്ഞ നമ്മുടെ അതേ സെൻസ് ഓഫ് ഹ്യൂമർ പരിപാടിയിൽ പുള്ളി നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് പുള്ളിയുടെ ഇതില്. പിന്നെ ആദ്യത്തെ പടം എന്നുള്ള ഒരു ടെൻഷനൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. പുള്ളി ചില്ലായിരുന്നു. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി പ്രവീൺ എന്ന് പറഞ്ഞിട്ട് സന്തോഷ് സാറിന്റെ അസോസിയേറ്റ് ആണ്, സന്തോഷ് ശിവൻ സാർ. അപ്പം പുള്ളിയും ഒരു എന്താ പറയാ, പുള്ളിയുടെയും ആദ്യത്തെ പ്രോഗ്രാം ആണ്. പുതിയ ആൾക്കാരുണ്ട്. ഉണ്ട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പുതിയ ആൾക്കാരാണ്. ഹാങ് ഓവർ ഫിലിംസും പുതു ആൾക്കാരുടെ കൂടെ വരുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇൻഡസ്ട്രി. എനിക്ക് വൈശാഖിനെ പറ്റി പറയണം. സോറി, എനിക്ക് പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ല, അങ്ങനെയല്ല, ഭയങ്കര നറേറ്റ് ചെയ്യുന്ന രീതി മുതൽ ചേട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് നറേഷനാണ്. ഭയങ്കര രസമായിട്ട് നറേറ്റ് ചെയ്ത്. പിന്നെ ഒരു ആഡ് ഫിലിം മേക്കേഴ്സ് കുറച്ചും കൂടെ പെർഫെക്ഷനിസ്റ്റുകളാണ്. ഇപ്പൊ ഈ ജിസേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കളേഴ്സ് ചേച്ചി പറഞ്ഞ പോലെ ഒരു പോപ്പ് ഉണ്ടാവും ഫ്രെയിമില്. അങ്ങനത്തെ കളേഴ്സ് ആണ്. കാരണം അവരാണല്ലോ ഡയറക്ടേഴ്സ് ആണ് ഫൈനലി ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അപ്പൊ അവര് നമ്മുടെ വീടിന്റെ കളർ ആണെങ്കിൽ പോലും നമ്മൾ ഒരു വീട് എടുത്ത് ഹലോ മമ്മിയില് എന്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത്, ആ ഒരു വീടിന്റെ കളേഴ്സ് എനിക്ക് ഈ കളേഴ്സിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ഒരു ബേജും ഗ്രീൻ, ഒരു മാറ്റ് ഒലിവ് ഗ്രീനിന്റെ ഒരു ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡൊക്കെയാണ് കളേഴ്സ് യൂസ്. നമ്മൾ യൂഷ്വലി കാണാത്ത കളേഴ്സും കാണാത്ത പ്രോപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് പ്രവീണിന്റെ വർക്കാണ്, ആർട്ട് ഡയറക്ടറിന്റെ വർക്കാണ്. പക്ഷെ വൈശാഖിന്റെ ഇൻപുട്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇവൻ നിങ്ങളുടെ പോസ്റ്ററിൽ ഒരാൾ യെല്ലോ ഒരാൾ ബ്ലൂ ആണ്. ഏത് യെല്ലോ ബ്ലൂ? ഓ, അങ്ങനെ. യെല്ലോ ബ്ലൂ ആക്ച്വലി ഒരു മെയിൻ കോമ്പിനേഷൻ ആയിട്ട് പല സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഷറഫിന്റെ എക്സ്പ്രഷൻ ഈശ്വര ഇനി അടുത്ത പുലിവാല ഏതാ ഇതാണല്ലോ പള്ളിയാണല്ലോ ദൈവമേ. അടുത്ത പുലിവാല ഏതാ ഒരു എക്സ്പ്രഷൻ. നിങ്ങൾ അതല്ല, യു ആർ എ ഹാപ്പി ഗോ ലക്കി. ഞാൻ ജീവിക്കാം, നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്താ പറയാ, ഇച്ചിരി ഒരു നമ്മള് ഇത് തന്നെയാണ് ആക്ച്വലി. നോക്കിയ ചേട്ടന്റെ സൈഡ് ഫുൾ സ്കാറ്റേർഡും എന്റെ സൈഡ് പെർഫെക്റ്റും. മറ്റേ ഒതുക്കി വെച്ചേക്കുന്നത് ഇത് തന്നെയാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട് ക്യാരക്ടേഴ്സിലും. അങ്ങനെ ലൈഫ് പാർട്ണറായിട്ട് ഇങ്ങനെ അഭിനയിക്കുമ്പോഴേ ഈ സ്കാറ്റേർഡ് ആൾക്കും ഈ എന്ന് വെച്ചെങ്കിൽ ഐ തിങ്ക് ദിസ് ദ ഇന്നർ വോയിസ് ഇവിടെ കുറച്ച് OCD ഉള്ള ഒരാളുണ്ട് കൂടെ എപ്പോഴും. OCD ഉള്ള ഒരാളുണ്ട് കൂടെ, അതാരാന്നുള്ളത് നമുക്ക് പറയുന്നില്ല. താങ്കളുടെ കൗണ്ടർ എങ്ങനെയായിരുന്നു ഇങ്ങനത്തെ? ബിക്കോസ് ഒരു വലിയ ഡിഫിക്കൽട്ടാണ് ഈ സീനിന്ന് പുറത്തേക്ക് വരാൻ. ഞാൻ ആക്ച്വലി കുറച്ച് കുരുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ശരി, ഇപ്പൊ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. കുറച്ച് തല്ലിപ്പൊളി പരിപാടി ഉണ്ട്. എല്ലാത്തിനും ഒരു വേറെ റൂട്ടൊക്കെ പിടിക്കും, ഒരു സ്ട്രെയിറ്റ് അല്ല. അപ്പൊ അതിന്റെ ഒരു അപ്പം ഒരടി കിട്ടിയ സന്തോഷം നാട്ടുകാർക്ക് എന്ന് പറയുന്ന ആ ഒരു തന്നെയില്ലേ, അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ അതെ. അപ്പൊ അങ്ങനത്തെ ഒരുത്തനായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫൺ പരിപാടി നിൽക്കും നന്നായിട്ട്. അത് പറയുന്നുണ്ടല്ലോ, ബോണി ആണെങ്കിൽ കാശുകാരി ആയിരിക്കുമല്ലോ, എക്സ്പെൻസീവ് ആയിരിക്കും. അതെ. ഫേവറേറ്റ് സീൻ അതാണോ? ഏതാണ് എനിക്ക് ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള? അതെ അതെ അതെ, ഒരു വെർബൽ ഫൈറ്റ് ഉണ്ട്. ആ സീന് എന്റെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആ സീൻ എനിക്ക് അപ്പൊ CG ആണ് പരിപാടി ഫുള്ളായിട്ട്. അപ്പൊ ഭയങ്കര VFX ഉണ്ട് സിനിമയിൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പൊ VFX ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോ എന്താ പറയാ, ഇതിന്റെ അകത്ത് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈ VFXും കൂടി കണ്ടു വേണം നമ്മൾ ചെയ്യാൻ. അപ്പം എനിക്കത് അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ ചെയ്തു. പിന്നീട് ഞാനിപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമിൽ VFXകാരെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഗുണം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു സംഭവത്തിന് ഞാൻ കൗണ്ടർ, ഇപ്പോൾ ഐശ്വര്യം നിൽക്കുവാണെങ്കിൽ ഐശ്വര്യം ഉണ്ടല്ലോ എനിക്ക് അതിനോട് ഇത് ചെയ്യാൻ. അപ്പോൾ ഒന്നുമില്ലാത്തൊരു സ്പേസിൽ ഇത് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സീനിൽ ഞാൻ പറഞ്ഞു, എന്താ പറയുക, എനിക്കിത് ശരിക്കും VFX ഇല്ലെങ്കിൽ കുറച്ച് ആംബിയൻസ് ഉണ്ടാക്കണം, അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടി മറ്റേ ആർട്ടുകാരും എന്താ പറയാ, ഇല്ല ആർട്ടും പിന്നെ എനിക്കറിയാം ഈ വീട് ഷൂട്ട് ചെയ്ത് നമ്മള് കൊടുങ്ങല്ലൂര് മാള പോകുന്ന വഴി പൊയ്യയിലൊരു വീടാണ്, ഭയങ്കര രസമുള്ള ഒരു വീടാണ്. എന്റെ ഇന്ത്യക്കാക്ക എന്ന് പറഞ്ഞ പടം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സിനിമ അത്ര ഇങ്ങനെ വർക്കാവില്ല. അപ്പൊ അവർക്ക് തന്നെ ഭയങ്കര കാര്യം, ഒരു പ്രായമായ ഒരു ആംഗിൾ മാറ്റി. അപ്പൊ അവരുടെ വീട്ടിലെ ഫർണിച്ചറൊക്കെ തന്നെയായിരുന്നു അവിടെ. എന്നിട്ട് ഫുൾ ടീം, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടി നിന്ന് ഈ ആംബിയൻസ് ഉണ്ടാക്കിയാണ് ഞങ്ങൾ ആ സീൻ ഷൂട്ട് ചെയ്തെടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയിലെ ഏറ്റവും VFXിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും. അത് കണ്ടിട്ടുണ്ടല്ലോ, അത് ഒരു ട്രെയിലറിലുണ്ട്. അതെ അതെ അതെ. നിങ്ങൾ നേരത്തെ അറിയാം, പക്ഷെ ഇതില് ക്യാമറ പുതിയത്, അതല്ലെങ്കിൽ ഡയറക്ടർ പുതിയത്, പ്രൊഡക്ഷൻ പുതിയത്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് when you come to the new set? ആൾക്കാരെയും അധികം നേരത്തെ പരിചയം ഉണ്ടാവില്ല എന്നിരുന്നാലും. അല്ല, ഞാൻ ഈ സിനിമ ഇപ്പോൾ ഞാൻ ഒരു പോയിന്റിൽ ഞാനിങ്ങനെ കുറെ ന്യൂ കമേഴ്സിന്റെ കൂടെ സിനിമ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാനും പ്രതീക്ഷിക്കുന്ന രീതിയിൽ എനിക്ക് ഒരു ഇതല്ലാതെ ഞാൻ കുറച്ച് ഞാൻ എന്ത് ചെയ്യാന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ജോമിനും ഞാനും കുറച്ച് കാലമായിട്ട് അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സിൽ. ജോമിൻ ബേസിക്കലി എഡിറ്ററാണ്. അപ്പോൾ ജോമിൻ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് സാൻജോനെ അറിയാം, കാരണം സാൻജോ ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് വേറൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാൻജോനെ അറിയായിരുന്നു. അപ്പം വൈശാഖിന് എനിക്ക് ഒരു കണക്ഷനും ഇല്ല, പക്ഷേ അടിപൊളി കഥ. അപ്പം നമുക്ക് ആ ഇത് പടം ചെയ്യണം, നമുക്ക് ഓക്കെ ആ സിനിമ ചെയ്യുകയാണ്. അപ്പം നമ്മൾ അതൊക്കെ നമ്മളുടെ ഒരു വിശ്വാസമാണ്. ഈ മനുഷ്യൻ വെറുതെ ആയിരിക്കില്ലല്ലോ കോഴിക്കോട് നിന്ന് ഒരു ബാഗ് എടുത്തിട്ട് എറണാകുളത്ത് വന്ന് ഒരാളുടെ കഥ പറഞ്ഞൊരു സിനിമ ചെയ്യാൻ വേണ്ടി വരുന്നതാണ്, കൃത്യമായ ധാരണ ഉണ്ടാവുള്ളൂ. അപ്പം അതാണ് നമ്മുടെ വിശ്വാസം. അത് വെച്ചിട്ടാണ് നമ്മൾ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്നു, ഒരു പുതിയ ടീം ആവുന്നു, പിന്നെ അവിടെ ഡിസ്കഷൻസ്, പിന്നെ നമ്മൾ അതിന് മുമ്പുള്ള ഡിസ്കഷൻസ്, ഇതിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സിനിമയിൽ കൂടെ പോകുന്നത്. അപ്പൊ പുതിയ ആൾക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട, കാരണം നമ്മളെക്കാളും നോളജ് ഉള്ളവരായിരിക്കും. അല്ലാതെ നമ്മൾ അതില് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 5 സിനിമയുടെ എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം എന്തായാലും ഉണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിലുള്ള മമ്മീസ്, യു ആർ ഓൾസോ മമ്മി ടു ബ്രൂണോ അല്ലേ? അപ്പൊ ഇന്നലെ അവിടെ പെറ്റ് വേൾഡിൽ നിന്ന് ഇറങ്ങി വന്നത്, ഞാൻ അവനോട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോയത് പാർസൽ ചെയ്യാനായിട്ട്. പട്ടിക്കുട്ടി ചിക്കൻ ബിരിയാണി
അതായത് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലത്തെ ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ. ഡോഗ്സിന് അങ്ങനത്തെ ചിക്കൻ അല്ല, സോറി മട്ടൻ ബിരിയാണി ചിക്കൻ അലർജി. അപ്പൊ അതൊരു പാർസൽ വരുന്നുണ്ട്, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റ്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. താങ്കൾക്ക് ഇങ്ങനെ ഡോഗ്സിന് ഇല്ല, പ്രേമില്ല. ബോണി എങ്ങനെ പറയാൻ പാടില്ല, ബോണി ഇങ്ങനെ പറയാൻ പാടില്ല. കറക്റ്റ്. ബോണി അടുത്ത പടം പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അത് അല്ല പക്ഷെ ഞാൻ അങ്ങനെ ഒരു നിമിഷം ഈ അവനവന്റെ വീട്ടിൽ വളർത്താത്ത ഒരാള് സെറ്റിൽ വരുമ്പോൾ താങ്കൾ എങ്ങനെയാ അതിന്റെ കൂടെ ഒന്ന് ഒരു അതുമായിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ. പക്ഷെ ഞാനങ്ങനെ പട്ടിക്കുട്ടി എന്നുള്ളപ്പോ നമ്മളുടെ വീട്ടിലൊന്നും വളർത്തില്ല. പക്ഷെ അതിപ്പോ പൂച്ചയാണെങ്കിലും ഇല്ല, അല്ലെങ്കിൽ വേറൊന്നും ഇല്ല. അനിയൻ പണ്ട് കുറച്ച് എന്താ പറയാ കുറച്ച് മുയലുകളെയൊക്കെ വളർത്തുമായിരുന്നു. അങ്ങനെയൊക്കെ അല്ലാതെ അതിപ്പോ വീടും ആ തറവാട് അവിടേക്കുള്ള ഒരു ഇതും കൊണ്ട് നടക്കുന്ന. പക്ഷേ എന്താ പറയാ അല്ലാതെ എനിക്കങ്ങനെ ഒരു ഇല്ല. ഇല്ല. എന്നിട്ടാണ് പെറ്റ് ഡിറ്റക്റ്റീവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് വേറെ കാര്യമുണ്ട്. ഞങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അപ്പു എന്ന് പറഞ്ഞിട്ട്. അപ്പുവിന്റെ ഒരു പെറ്റ് ഉണ്ട്. അപ്പുവിന്റെ ഒരു പെറ്റ് മിസ്സായി ഇതുപോലെ കാക്കനാട് വെച്ച് ഒരു ദിവസം. അപ്പോൾ മിസ്സായി. അത് ഞങ്ങള് കുറെ പേരൊക്കെ അത് ഷെയർ ചെയ്തു ന്യൂസൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ സൗബി നസ്രിയൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഈ ടോപ്പിക്കിൽ നിന്നുമാണ് ആക്ച്വലി പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടാവുന്നത്, സിനിമ ഉണ്ടാവുന്നത്. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ചുയി എന്ന് പറഞ്ഞിട്ട് ഒരു ഷിറ്റ് കിട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പൊ നിങ്ങളുടെ ലൈഫിലെ മമ്മീസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ചില OCD മമ്മീസ് ഉണ്ടാവുമല്ലോ. അതായത് കോളേജിൽ നിന്ന് സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ചില കുട്ടികളുണ്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കും. ചിലവർ വന്ന് ഷൂസ് ഒരൊറ്റ സോക്സ് വേറെ ആയിരുന്നു, പുസ്തകം അവിടെ. കുട്ടി ഞാൻ അങ്ങനെയായിരുന്നു. എന്റെ ഇളയ മോളും ഇപ്പൊ അങ്ങനെയാണ്. മനസ്സിലായി. ഇപ്പോ പണ്ട് അമ്മയായിരുന്നല്ലോ എല്ലാം ക്ലീൻ ചെയ്യാ വീട്ടിൽ വരുന്ന. ഇപ്പൊ ആകെപ്പാട് അമ്മ പറയുന്ന ഒറ്റ കാര്യം, പാത്രം സ്വന്തമായിട്ട് കഴുകി വെക്കണം എന്നുള്ളത്. ലഞ്ച് ബോക്സ് പാത്രം കഴുകി വെക്കലൊക്കെ ഉണ്ട്. അത് കോമൺ ആയിട്ട്. അത് മാത്രം ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓക്കെയാണ്. പക്ഷേ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ പാതി ആൾക്കാർ ഡിസിപ്ലിൻഡ്, പാതി ആൾക്കാർ ഡിസിപ്ലിൻഡ് അല്ല. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മുമ്പിലോട്ട് എടുക്കും, ചില കാര്യങ്ങൾ കളയേണ്ടി വരും. അങ്ങനെയൊക്കെ കളഞ്ഞുണ്ടോ? എന്റെ അടുത്ത് ഇപ്പോ ആൾക്കാർ പറയണ യു ഷുഡ് ലെറ്റ് ലൂസ് എ ലിറ്റിൽ. ഇത്രയും ടൈറ്റ് ലൈനിൽ കൂടെ നടക്കുന്നത് ആസ് എൻ ആർട്ടിസ്റ്റ് നല്ലതല്ല എന്ന് എന്റെ അടുത്ത്. ഞാനൊരു ആക്ടിങ് ക്ലാസ്സിന് പോയിരുന്നു. അവരെന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇത്രയും ടൈറ്റ് ലൈനിലൂടെ ഒരു അല്പം ഫ്രീ ആവണം. ശാഠ്യമല്ല, ദുശാഠ്യം അല്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം അത് അങ്ങനെ തന്നെ നടക്കും. ഞാൻ പിടിച്ച പോയിന്റ് 3 കൊമ്പ്. അല്ല അത് ആ ഒരു ലൈനിലല്ല. 2.5 കൊമ്പ്. 2.5 കൊമ്പ് വരെ ഞാൻ സഹിക്കും. താങ്കൾക്കല്ല, യു ആർ എ ഫ്രീ ഫ്ലോയിങ് മാൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങളിൽ ചില സമയത്ത് ചില നിർബന്ധ ബുദ്ധികൾ. അതെന്താ നിർബന്ധ ബുദ്ധി? നിർബന്ധ ബുദ്ധി എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത്. അപ്പൊ സെറ്റിലൊക്കെ അങ്ങനെയാണ്, സമയത്തിന് ഭക്ഷണം കിട്ടുമോ? ഇല്ല, ചിലപ്പോ ആ ഒരു ചില സമയങ്ങളിൽ അല്ല, മാക്സിമം നമ്മളൊരു 90% ടൈമും നമുക്ക് ആ ടൈമിൽ ഫുഡും കാര്യങ്ങളൊക്കെ നടക്കും. ഇദ്ദേഹത്തോട് ഇന്നലെ ഞങ്ങൾ സംസാരിക്കേണ്ടായി. അപ്പൊ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ആയാൽ ഒരു ക്വിസിംഗ് മോഡിലേക്ക് ആവാം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ജീവിതം തുടങ്ങിയത് ക്വിസിലാണല്ലോ. അല്ല, ഞാനായിട്ട് കുഴിച്ച കുഴിയാണ് ഇത്. ക്യാച്ച് മമ്മി ഇഫ് യു ക്യാൻ. ഓക്കെ, ഇത് ഏത് അമ്മയാണെന്ന് നിങ്ങൾ പറയണം. മലയാള സിനിമ മമ്മീസ് അല്ല, ഞാൻ മലയാളത്തിൽ പുറത്തേക്ക് പോയിട്ടില്ല. അതുള്ള മമ്മീസ്. മത്സരമാണ് 102 whatever. സ്കോറിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ഹാങ് ഓവർ ഫിലിം സമ്മാനം തരും. അടിപൊളി. തനിക്ക് കിട്ടും, എനിക്കാണെങ്കിൽ ഒന്നും തരില്ല. സൂപ്പർ ഹിറ്റ് പടം. ഈ ഇന്നത്തെ എല്ലാ ന്യൂജൻ സൂപ്പർ ആക്ടേഴ്സും ഈ സിനിമയിലുണ്ട്. അച്ഛൻ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ കൂളായി മോഡേണായ അമ്മ. ബാംഗ്ലൂർ ഡേയ്സ്. മമ്മി കൽപ്പന ചേച്ചി. എന്താ അതിന്റെ ഒരു റൂട്ടിലേക്ക് വരുന്നു. മമ്മൂട്ടി പടം, മമ്മൂക്കയുടെ പടം. 2 ആൺമക്കളെയും വളരെ മാനിപ്പുലേറ്റീവായി ചെയ്ത ഒരു അമ്മ. അതാരാണ്? 2022 റിലീസ്. 2022 റിലീസായ 2 മക്കളെയും എന്താ പറയാ, അമ്മ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരുന്നു. കത്തി വരുന്നില്ലല്ലോ. മമ്മൂക്കയുടെ പടം. ഇത് മറ്റേ റോഷാക്ക്. ഞാനിങ്ങനെ ആ ചോദ്യം പോയപ്പോ അതിനൊരു വരവും വന്നിട്ടുണ്ട്. വേറെ റോഷാക്കിലെ മമ്മിയായിരുന്നു എനിക്ക് ചോദിക്കാൻ പറ്റും. ഇല്ല, ബിന്ദു ചേച്ചി. 3-ാമത്തെ വെള്ളം 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 ഉള്ളൊഴുക്ക്. അത് ഈ അടുത്ത സിനിമ കണ്ടു കാണും അല്ലേ? ഭയങ്കര ഇഷ്ടമായ പടാണ്. വെരി ബ്യൂട്ടിഫുള്ളി ടേക്കൺ ഓൾസോ. ഇത് അടിപൊളി അമ്മ. മോനെക്കാട്ടിലും അപ്ഡേറ്റഡ്. മാർവൽ കോമിക്സ് വരെ. ഇത്രേ ഉള്ളൂ. മാർവൽ കോമിക്സ് വരെയും കണ്ട് തമാശയൊക്കെ പറഞ്ഞ് മലയാള സിനിമ. ഈ കൊല്ലത്തെ സിനിമ മാർവൽ കോമിക്സ് വരെയോ?
ഒരു ക്ലൂ കൊടുത്തരോ? മമ്മൂക്കയുടെ പടം. മറ്റേ ബിന്ദു ചേച്ചി തന്നെ, മറ്റേ ഇത് ടർബോ. കറക്റ്റ്. അടുത്തത് പോലീസ് ഓഫീസർ അമ്മ, സ്വന്തം പവർ മിസ്യൂസ് ചെയ്ത അമ്മ. ദൃശ്യം. കറക്റ്റ്. ദൃശ്യം. 3-2. ഫോൺ അടിക്കുന്നു. ഞങ്ങളുടെ മെല്ലെ ഫോണൊക്കെ അടിക്കാം ആൾക്കാർ. മറ്റേതാണോ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രൊമോഷൻ ആണോ? ഇടയ്ക്ക് പുള്ളി മറ്റേ ഈ സിനിമയുടെ ഇടയിൽ കൂടെ ഹലോ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ എഡിറ്റർ അല്ലേ? ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ സംസാരിക്കുന്നത് ആ സാധനമൊക്കെ. ഞാനിപ്പോ ഇന്നലെയും പറഞ്ഞു ഇത് ഹലോ മമ്മിയുടെ പ്രൊമോഷൻ പെറ്റ് ഡിറ്റക്റ്റീവ് കേട്ടു. എനിക്ക് മനസ്സിലായില്ല. അല്ല, പെറ്റിന്റെ ഡയറക്ടറെ വിളിച്ചത്. പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ എന്റെ സിനിമ ഇടയ്ക്കിടയ്ക്ക് എടാ 10:20 വിളിക്കണം, 10:30 മറ്റാൾ വിളിക്കണം. മറ്റേ പ്രൊമോഷന്റെ ഇടയിൽ എഡിറ്റർ വിളിക്കുന്നൊക്കെ. ഹലോ ഹലോ. കള്ളാ. അടുത്തത് ഒരു ഗ്രാൻഡ് മദർ അവരുടെ ഗ്രാൻഡ് ഡോട്ടറെ വീട്ടിലേക്ക് ഒരുപാട് കാലത്തിന് ശേഷം വരുന്നു. മഞ്ഞ റോസ്. ഇത് ക്യാരക്ടറിന്റെ പേര് നീന. മകളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, സിംഗിൾ മദർ ആണ്. കല്യാണി പ്രിയദർശനും ഇതോ ശോഭന ചേച്ചി. കല്യാണി പ്രിയദർശനും ശോഭന ചേച്ചി. സിനിമയുടെ പേര് വർണ്ണാവശ്യം. അപ്പൊ സഹായിച്ചു. സഹായിച്ചു. പാവം അമ്മ. മകളും അച്ഛനും കൂടി എപ്പോഴും കളിയാക്കുമായിരുന്നു. പിന്നെ സ്വയം മനസ്സിലായി മുന്നോട്ട് വന്ന ഒരു അടിപൊളി അമ്മ. മകളും അച്ഛനും കൂടി കുറച്ചൊക്കെ എപ്പോഴും അവരെ ടോണ്ട് ചെയ്യാറുണ്ട്, ഇങ്ങനെ അവർക്കൊന്നും വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ പിന്നെ ഈ അമ്മ വന്ന് ഓന്ത്രപ്രണറായിട്ട് വളരെ സംഭവമാകും. കറക്റ്റ്. അതിലൊരു സാധനം ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. അതായത് അത് ചെറിയൊരു മാനറസ് ആണ്. ഞാൻ ആദ്യമായിട്ട് മഞ്ജു ചേച്ചി അത് BTS വീഡിയോയിലുണ്ട്. ഹൗ ഓൾഡ് ആർ യുടെ ചേച്ചി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്കിപ്പ് ഇൻ ദ സ്റ്റെപ്പ് ഉണ്ട്. ഒരു കഥ ഡോർ ഇങ്ങനെ ചാടി കിടക്കുന്ന ആ സാധനം ഞാൻ മായാനദിയില് ആ ഒരു ഗേറ്റ് കിടക്കുന്ന ഒരു സാധനത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ ലൈക്ക് യുവർ മായാനദി പച്ച സാരി അണ്ടർ ദ ഫ്ലൈ ഓവർ. പറയല്ലേ എന്നൊക്കെ. അപ്പൊ ഇപ്പൊ പെറ്റിട്ട് അകത്തൊരു സീനുണ്ട്. ചേച്ചിക്ക് ഇഷ്ടാവുന്ന ഈശ്വര ഞാൻ എത്രയും ചിരിക്കണേ. അടുത്തത് ഞാൻ കുറെ സിനിമകളുടെ പേര് പറയില്ല, അമ്മമാരുടെ പേര് പറയണം. എനിക്ക് ടെൻഷൻ. തിങ്കളാഴ്ച നല്ല ദിവസം, സന്ദേശം, കിരീടം. എല്ലാത്തിലും കവിയൂർപ്പനം വേണം. കറക്റ്റ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, വെങ്കലം, അനിയത്തിപ്പുറം. KPC ചേച്ചി. ആദാമിന്റെ വാരിയലിലെ ദൈവത്തിന്റെ വികൃതികൾ, എന്റെ ശ്രീവിദ്യ ചേച്ചി. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. പഴയ സിനിമകളാണ്, എന്തെങ്കിലും കയറി കിട്ടും. ഓർഡർ തമ്മാവ ആളറിയാം, ശ്രീധരന്റെ ഒന്നാം തിരുവോപമി, സുകുമാരി ചേച്ചി. 4-0. ഇത് കോമ്പറ്റീഷൻ ആയിട്ടായിട്ട് ഞാൻ ശീലമൻ. എന്തെങ്കിലും ഒരു ആശ്വാസം കൂടെ അടിക്കട്ടെ. ഞാൻ മനസ്സിനൊക്കെ കുറെ നേരമായിട്ട് മനസ്സിലിട്ടോണ്ടിരിക്കുന്നു. മേലെപ്പറമ്പിൽ ആൺവീട്. മീന ചേച്ചി. അവളങ്ങാതെ നിങ്ങളുടെ പേര് പറഞ്ഞു. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് 80s പടങ്ങൾ പെട്ടെന്ന് കിട്ടി. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ അഭിനയിക്കുന്ന നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കാണുമല്ലോ പുറകില്, എന്താ സ്ട്രൈക്കിംഗ് ആയിട്ട് മനസ്സിലാവാറ്? ഒരു ഫെമിലിയാരിറ്റി. എനിക്ക് ഭയങ്കര പത്മരാജൻ പടങ്ങളിലെ ലാലേട്ടൻ ഫേവറേറ്റ്. എനിക്ക് ഞാനൊരു സീനുണ്ട് ലാലേട്ടൻ്റെ ദേശാടന കിളി കരയാറില്ലല്ലേ, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇവരോട് ലാലേട്ടൻ സംസാരിക്കുന്നു. അത്ര ഈസി ആയിട്ട് ഇത് ഭയങ്കര പൊളിയാണത്. പിന്നെ എനിക്ക് ഒന്നും കൂടി പറയണ്ട്. ആ മറ്റേ വിരല് കാണിക്കുന്ന ഒരു സംഭവം ദശരഥത്തിൽ ലാസ്റ്റ് മാഗിക്ക് ആവാൻ പറ്റും. എനിക്ക് അതിലാ പുള്ളിയുടെ കൈ വിറയ്ക്കുന്ന പരിപാടി. അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ നമ്മുടെ മലയാള സിനിമ വേറൊരു വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുക, വിച്ച് ഇസ് ഗ്രേറ്റ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ എല്ലാവർക്കും നമ്മളൊരു ഭൂലോക മാപ്പിൽ നമ്മളിപ്പോ ഭയങ്കര ബൂജി മലയാള സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ബുജി ഇങ്ങനെ ബൂജിയല്ല, ബൂജി BOUJEE ഫാൻസി. അങ്ങനെ ഒരു ബുജി ഉണ്ടല്ലേ. ബൂജി വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാശ് ചെലവാക്കുന്ന. ഞാൻ അവരുടെ നിന്ന് കോപ്പി അടിച്ചേ ജെൻസി കളിക്കാനായിട്ട്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഹലോ മമ്മി ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓഡിയൻസിന് ടേക്ക് അവേ എന്താ? It's I know that it's a laugh riot എന്നാണ് എനിക്ക് ട്രെയിലർ മനസ്സിലായത്. കുട്ടികൾക്കും എല്ലാവർക്കും കൂടി വരാനുള്ള ഒരു കോമ്പസിഷൻ ഇതിൽ കാണുന്നു. ഫാമിലി ഫിലിമാണ്. സോ അത് ഇപ്പോഴത്തെ വരുന്ന സിനിമകളിൽ നിന്നും വ്യത്യാസമായ ആൾക്കാർക്ക് ഇത് എങ്ങനെ കാണാം? വരുന്ന സിനിമകൾ വ്യത്യാസമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഫാമിലി ആയിട്ട് വന്ന് നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റും. ഇപ്പൊ ഇന്നലെ കൂടി ഞാൻ ഈ പടത്തില് ഡബ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോ സിനിമ ഇറങ്ങാത്ത ദിവസമുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ വീണ്ടും എല്ലാവരും ഫുൾ ടീം വീണ്ടും പോയി ഇരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും സ്ഥലത്തെ ഫീൽഡിലേക്ക് ചെയ്ത് ഹ്യൂമർ പരിപാടികൾ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷെ അതൊക്കെ വർക്കാണ്. ആക്ടിങ് ചെയ്ത ശേഷം ഡബിങ്ങിൽ നിങ്ങൾക്ക് അങ്ങനെ ഹ്യൂമർ പരിപാടി കയറ്റാൻ പറ്റും?
അല്ല അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് നമ്മൾ കാണൂല. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കാണല്ലേ, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിന്റെ പ്രശ്നം ഇതിൽ നിൽക്കും, എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഈ കഥാപാത്രത്തിനെ വീണ്ടും ഒന്ന് നോക്കുമല്ലോ, അപ്പൊ നമുക്ക് കുറെ വേറൊരു അവസ്ഥകളും കൂടി കിട്ടും. ആ പെർസ്പെക്റ്റീവിൽ നിന്ന് കൂടി നമ്മൾ കയറി ഡബ് ചെയ്യും. എനിക്ക് ഇതിലൊരു ഞാൻ ഡബ് ചെയ്യുമ്പോൾ ചേട്ടന്റെ ഡബിങ് കുറെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ചെയ്തത്, ജോണി ചേട്ടനും ജഗദീഷ് ചേട്ടനും ചെയ്തത്, ഇതിൽ ഒരു സീനില് ഇവർ ആക്ച്വലി അവരുടെ ഒറിജിനൽ പേര്, ക്യാരക്ടറിന്റെ പേര് അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ചിരിച്ചു. അത് ട്രെയിലറിൽ ഒരു അല്പം ജഗദീഷ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതിങ്ങനെ പെട്ടെന്ന് മറ്റേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോട്ടില് ഞാനും ജഗദീഷേട്ടൻ ഖാമോഷ് എന്ന് പറഞ്ഞു. അപ്പൊ ജോണി ചേട്ടൻ എന്തോ കൗണ്ടർ ചെയ്തു, അതിന് ആക്രോഷ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോൺസൺ മാറി നിന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് എന്ത് പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ പോടാ ഞാൻ പറയില്ല. അപ്പം പറ എന്ന് പറഞ്ഞു. എടാ ഞാൻ പറയില്ല, ഞാൻ വന്ന് നമുക്ക് പെർമിഷൻ ചോദിച്ചാൽ ഇല്ല ഞാനില്ല എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ പറഞ്ഞ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്ന സാധനം. കാരണം ഇതൊന്നും എനിക്ക് ഈ പരിപാടി എനിക്ക് അറിയില്ല. ഇവര് ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് നിന്നിട്ടാണ് കോമഡി ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര രസമുണ്ട്. അത് ബിൽഡ് ചെയ്തെടുക്കുന്നതാ. ചിലപ്പോ പാളും, ചിലപ്പോ ഒരു ലൈൻ്റെ അപ്പുറത്തേക്കാവും. അത് വേണ്ടെന്ന് വെക്കാം, അടുത്ത ടേക്കിൽ വേണ്ടെന്ന് വെച്ച് ഒരു സ്ട്രീം ലൈൻ ചെയ്ത ഒരു സാധനം ഫൈൻ ട്യൂൺ ചെയ്ത ഒരു ഐറ്റം ഇടും. വെരി നൈസ് ടു ഒബ്സർവ്. ജീവിതത്തിൽ ഇത്രയും എന്താ പറയാ കോമിക് എലിമെന്റ് ഉണ്ടോ, അതോ ഭയങ്കര സീരിയസ് ആണോ താങ്കൾ? ഞാൻ താങ്കൾ ഭയങ്കര സീരിയസ് ആണോ? ഇല്ലെന്നേ. എന്താ പറയുക, ഞാൻ ഈ സ്പേസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രി സ്പേസിന്റെ ഒരു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സീരിയസ്നെസ് ഉള്ളൂ. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഞാൻ എനിക്കറിയുന്ന ആള് ഒരല്പം സീരിയസ് ആയിട്ടുള്ള ആളാണ്. അതാണ് ഇദ്ദേഹത്തിന് എല്ലാവരെയും സീരിയസ് വെൻ ഇറ്റ് ഈസ് നെസസറി. അതെ, എന്നെ അസൂയപ്പെടുത്തിയ കുട്ടി 10-15 ദിവസം ഡയറ്റ് ഓരോ ദിവസം സ്റ്റോറി 15-40 ദിവസമായി. ഇന്ന് കഴിയണത് 40 days she was dieting. ഷുഗർ കട്ട് നമ്മൾ ചെയ്യാറുണ്ട്. വേറെന്തോ ചെയ്യാറുണ്ട്, ഫ്ലോർ കട്ട് അല്ല, മൈദ ആട്ട ഇല്ല, ഷുഗർ. ഞാൻ ഷുഗർ കട്ട് ചെയ്തു നോക്കാം. എനിക്ക് ഈ പറഞ്ഞ 45 days ഷുഗർ കട്ട് ആണ്. സുന്ദരന്മാരും സുന്ദരിമാരും ക്യാമറ മുമ്പിൽ നിന്നുകൊണ്ട് പെറ്റ് ഡിറ്റക്റ്റീവ് എന്നൊക്കെ വിളിക്കണം നമുക്ക്. വീണ്ടും പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു. ചേച്ചി അത് നന്നായി ചേച്ചി സൂപ്പറാണ്. ഡയറ്റിന്റെ ഇടയിൽ ഒരു പെറ്റ് ഹലോ മമ്മി ഹലോ മമ്മി ഹലോ മമ്മി ഹലോ മമ്മി. ഓൾ ദി ബെസ്റ്റ്. ഹലോ മമ്മീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.